സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. തലസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9-ന് മുഖ്യമന്ത്രി ദേശീയപതാക ഉയർത്തും. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരും കളക്ടർമാരും ദേശീയപതാക ഉയർത്തും. അതേസമയം തന്നെ പരാതികൾക്കും വിവാദങ്ങൾക്കും ഇടെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പട്ടിക പുറത്തിറങ്ങി. 282 ഉദ്യോഗസ്ഥരാണ് മെഡലിന് അർഹരായത്. വിവരങ്ങളുമായി ശാലിനി തലസ്ഥാനത്ത് തയ്യാറാണ്. ശാലിനി, ആദ്യം തന്നെ സ്വാതന്ത്ര്യദിനാശംസകൾ. മുഖ്യമന്ത്രി, ഒപ്പം തന്നെ മന്ത്രിമാർ, അങ്ങനെ സംസ്ഥാനത്തുടനീളം പതാക നമ്മുടെ ദേശീയ പതാക ഉയരുമ്പോൾ ഒപ്പം തന്നെ വിപുലമായ പരിപാടികളുണ്ട്. കനത്ത സുരക്ഷയാണ്. എങ്ങനെയാണ് ഇന്നത്തെ സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ? രാഖി, അശ്വതി, ആദ്യം തന്നെ രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്, നമസ്തേ. സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളുടെ ഭാഗമായി ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. രാവിലെ 9 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി VD സതീശൻ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളാണ്. അപ്പോൾ വിപുലമായ ചടങ്ങുകളാണ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ VD സതീശൻ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തും. അതിനുശേഷം ഭാരതീയ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്നുള്ള പുഷ്പവൃഷ്ടി ഉണ്ടാകും. വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിൽ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കുകയും ചെയ്യും. ശേഷമായിരിക്കും സ്വാതന്ത്ര്യദിന സന്ദേശം മുഖ്യമന്ത്രി VD സതീശൻ നൽകുക. മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഒപ്പം തന്നെ ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി ഈ വേദിയിൽ ഇന്ന് സമ്മാനിക്കുകയും ചെയ്യും. തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങളും NCC കേഡറ്റുകളുടെ അശ്വാഭ്യാസ പ്രകടനങ്ങളും ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അത്തരത്തിലാണ്. സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാന വ്യാപകമായി ഓരോ ജില്ലാ കേന്ദ്രങ്ങളിൽ പരിപാടികളുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിൽ ഓരോ മന്ത്രിമാരായിരിക്കും ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ കൊല്ലം ജില്ലയിലും, PC വിഷ്ണുനാഥ് പത്തനംതിട്ടയിലും, M ലിജു ആലപ്പുഴയിലും, മോൻസ് ജോസഫ് കോട്ടയത്തും, അനൂപ് ജേക്കബ് ഇടുക്കിയിലും, റോജി M ജോൺ എറണാകുളത്തും, OJ ജനീഷ് തൃശൂരിലും ഉൾപ്പെടെ ദേശീയ പതാകകൾ ഉയർത്തുന്നുണ്ട്. വിവിധ സ്കൂളുകളിൽ ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കമുള്ളവർ ഈ ദേശീയ പതാക ഉയർത്തി രാജ്യത്തോടുള്ള അവരുടെ സ്നേഹം, ആദരവും ഒക്കെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ 80ാം വർഷത്തിൽ അവരുടെ ഉള്ളിലുള്ള അവരുടെ ദേശസ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കണക്കാക്കുകയും ചെയ്യും. 9 മണിക്ക് BJPയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും ദേശീയ പതാക ഉയർത്തുന്നുണ്ട്. 9 മണിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ മേയർ VV രാജേഷ് ദേശീയ പതാക ഉയർത്തും. നമുക്കറിയാം, ഒരുപാട് വിവാദങ്ങൾ, വിമർശനങ്ങൾ, രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ നടക്കുന്ന ഒരു സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വന്ദേ മാതരം സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളാണ്. അത് പൂർണ്ണമായും പാടാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് ആലപിക്കാൻ കഴിയില്ല. രാജ്യത്തിന്റെ ദേശീയ ഗീതത്തോട് അനാദരവ് കാണിക്കുന്ന ഒരു പറ്റം ആളുകൾ നിൽക്കുമ്പോൾ ആ ഒരു വന്ദേ മാതരം രാജ്യമെമ്പാടും ഇന്ന് 15,000 കേന്ദ്രങ്ങളിൽ ആലപിക്കാൻ, അത് മുഴുവനായി ആലപിക്കാനാണ് BJPയുടെ തീരുമാനം. അങ്ങനെ തിരുവനന്തപുരത്തടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ജില്ലകളിൽ, കേരളത്തിൽ മാത്രം 15,000-ഓളം കേന്ദ്രങ്ങളിൽ ഇന്ന് ദേശീയ പതാക ഉയരുന്നതോടൊപ്പം അതിന്റെ ഒപ്പം വന്ദേ മാതരം പൂർണ്ണ തോതിൽ ആലപിക്കുമെന്നുള്ളതാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ അത്തരത്തിലുള്ള പരിപാടികൾക്ക് കൂടി ഇന്ന് രാജ്യവും കേരളവും സാക്ഷ്യം വഹിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് മറ്റൊരു രാഷ്ട്രീയ വിഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ പോലീസ് മെഡലുകളൊക്കെ പ്രഖ്യാപിക്കുന്നത് സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളുടെ തലേ ദിവസമാണ്. സ്റ്റേറ്റ് സർക്കാരിന്റെ, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും പേരിലുള്ള പുരസ്കാര വ്യക്തമാണ്. ഇപ്പോൾ